ജഗദീശ്വര. അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. ാണ് ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു. അതിന്റെ സമൃദ്ധവും വിവിധവുമായ പരമ്പരാഗത സമ്പത്തിൽ വാർത്തകളുടെ ലോകത്തേക്ക് നമുക്ക് കാതോർക്കാം. പത്രവായന ആനി റോസ്. വാർത്തകൾ വായിക്കുന്നത് ആനി റോസ്. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് നടക്കുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഇന്ന് ദേശീയ വായനാ ദിനം. ജനപ്രിയ കേന്ദ്ര സാഹിത്യ പുരസ്കാരം. വയനാട് തുരങ്കപാത അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി. ഇറാനിലെ സംഘർഷ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ച 110 വിദ്യാർത്ഥികളുമായി ഓപ്പറേഷൻ സിന്ദൂർ ആദ്യ വിമാനം ഡൽഹിയിലെത്തി. വാർത്തകൾ വിശദമായി. ഈ വായനാ ദിനത്തിൽ ചിന്താ വിഷയം അവതരിപ്പിക്കാനായി ഹനയെ ക്ഷണിക്കുന്നു. ഹനയുടെ വാക്കുകൾ നമ്മളിൽ പുതിയ ചിന്തകൾക്ക് തിരികൊടുക്കട്ടെ. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. ഒരു നല്ല സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്ക് തന്നെ തുല്യമാണ്. APJ അബ്ദുൽ കലാം. റിപ്പീറ്റ്. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. ഒരു നല്ല സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്ക് തന്നെ തുല്യമാണ്. APJ അബ്ദുൽ കലാം. ലോകത്തു നിന്ന് ലഭിച്ച നുറുങ്ങുവെട്ടങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി എത്തുന്നു സേറ. ഈ നുറുങ്ങുവെട്ടങ്ങൾ നമ്മൾക്കും വഴികാട്ടിയാകട്ടെ. വായനയിലൂടെ ഞാൻ നേടുന്ന മാന്ത്രിക ശക്തികൾ. ഹായ് കൂട്ടുകാരി, ഞാനൊരു രഹസ്യം പറയട്ടെ. എനിക്കൊരു മാന്ത്രിക വഴിയുണ്ട്. അത് വെറും അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതല്ല, വലിയൊരു ലോകം എനിക്ക് തുറന്നു തരുന്ന മാന്ത്രിക വഴിയാണത്. ഓരോ പേജ് മറിക്കുമ്പോഴും എന്റെ കുഞ്ഞു മനസ്സിൽ പുതിയ ലോകങ്ങൾ വിരിയും. അത്ഭുതങ്ങൾ സംഭവിക്കും. അറിവിന്റെ ചിറകുകൾ. ഓരോ പുസ്തകവും എനിക്കൊരു പുതിയ വാതിൽ തുറന്നു തരും. പുരാതന കാലത്തെ കുറിച്ചോ ബഹിരാകാശത്തെ കുറിച്ചോ മൃഗങ്ങളെ കുറിച്ചോ എന്തിനെ കുറിച്ചും എനിക്ക് വായിച്ചാൽ മതി. എന്റെ ഏറ്റവും വലിയ ശക്തി ഭാവനയുടെ വർണ്ണലോകം. വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ ചിത്രങ്ങളായി മാറും. പുസ്തകത്തിലെ കാടുകളും കൊട്ടാരങ്ങളും കഥാപാത്രങ്ങളും എല്ലാം എന്റെ മനസ്സിൽ ജീവൻ വയ്ക്കും. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ സങ്കല്പിക്കാനും പുതിയ കഥകൾ ഉണ്ടാക്കാനും വായന എന്നെ പഠിപ്പിക്കും. അത്ഭുതകരമായ ലോകങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. ഭാഷയുടെ മിടുക്ക്. പുതിയ വാക്കുകളും നല്ല നല്ല സംസാര രീതികളും എനിക്ക് മനസ്സിലാകും. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും എന്റെ സംസാരവും എഴുത്തും കൂടുതൽ മനോഹരമാകും. ിലും വളർത്താൻ സഹായിക്കുന്ന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിത്തരാനായി വഫിയെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. വായനാ ദിന പ്രതിജ്ഞ. ഞാൻ വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ
ഫിലോമിന, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അറിവാണ് കവചം നമുക്കെന്നും അറിവിൻ്റെ നിറമാടലങ്കാരവും ശോഭയും. അറിവാണ് കവചം നമുക്കെന്നും അറിവിൻ്റെ നിറമാണലങ്കാരവും ശോഭയും. ആർക്കുമേ മോഷ്ടിച്ചെടുക്കുവാനാവാത്ത ധനവും ബലവും അറിവു മാത്രം. ആർക്കുമേ മോഷ്ടിച്ചെടുക്കുവാനാവാത്ത ധനവും ബലവും അറിവു മാത്രം. അന്ധകാരം നീക്കി മാനവ മനസ്സിൽ വലിപ്പവും ആഴവും കൂട്ടുവാനും. അന്ധകാരം നീക്കി മാനവ മനസ്സിൽ വലിപ്പവും ആഴവും കൂട്ടുവാനും. സ്വാർത്ഥരാം ദുഷ്ടരുടെ ആർത്തിയിൽ വീഴാതെ ധീരരായി വിനയരായി കഴിയുവാനും. അറിവാണു കവചം നമുക്കെന്നും അറിവിൻ്റെ നിറമാണലങ്കാരവും ശോഭയും. നിറവാണലങ്കാരവും ശോഭയും. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ലേ? നമുക്ക് അറിവാണ് നമുക്ക് ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സമ്പാദ്യം. ഞാനിന്ന് രാവിലെ 24 വാർത്ത കേട്ടപ്പോഴ് അതിൽ പറയുന്നുണ്ടായി 40 പവനും 5000 രൂപയും ഒരു വീട്ടിൽ നിന്നും മോഷണം പോയി. 40 പവൻ എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില എല്ലാവർക്കും അറിയോ? എന്ത് സ്വർണത്തിന്റെ വില അറിയുന്നില്ലേ? നമുക്ക് കുറെ കളിക്കണം, ചിരിക്കണം, വേറെ എന്തൊക്കെയാ അവിടെ കിട്ടുന്ന സന്തോഷങ്ങൾ നമുക്ക് അത്രയുള്ളൂ അല്ലേ? അപ്പൊ ഈ സ്വർണം മുഴുവൻ സമ്പാദിച്ചു വെച്ചിട്ട് കുറച്ചൊക്കെ നമുക്ക് സമ്പാദിച്ചു വെക്കാം, പക്ഷെ അത് എവിടെ സൂക്ഷിക്കണം, എങ്ങനെ അത് നമ്മുടെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മളത് അവിടെ എവിടെയൊക്കെ വെച്ച് സേഫാണെന്ന് കരുതി നമ്മൾ പുറത്തു പോകും. പക്ഷേ ഇങ്ങനെ നമ്മൾ നേടിയ അറിവുകൾ ഒരറിവും നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മുടെ സമ്പത്താണത്. ഒരറിവും നമ്മളിൽ നിന്ന് ആരും മോഷ്ടിച്ചു കൊണ്ടുപോകൂല. ആണോ? ശരിയാണോ പറഞ്ഞത്? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഇത്രയും കാലം 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചു. പാഠപുസ്തകത്തിലുള്ള എല്ലാ അറിവുകളും നമ്മൾ നേടുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറമായിട്ടൊരു അറിവ് നമ്മൾ ഈ സകല ഭൂമിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. ആ ഒരറിവും നമ്മളിൽ നിന്ന് ആരും കൊണ്ടുപോകില്ല. പക്ഷെ നമുക്ക് ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും അല്ലെ? നമ്മൾ നേടിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ പറ്റും. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും, നമ്മുടെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലും, നമ്മുടെ വിനയത്തിലും, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ ആരായിരിക്കുന്നു, നമുക്ക് എന്ത് നമ്മൾ ഈ ജീവിതം കൊണ്ട് നേടി, എന്ത് അറിവാണ് നമുക്കുള്ളത്. ഈ അറിവുള്ളവർക്ക് പക്വത ഉണ്ടാകും, വിവരമുണ്ടാകും, നമ്മൾക്ക് പെരുമാറാൻ അറിയാൻ പറ്റും. ഇതെല്ലാം നേടിയെടുക്കുന്നത് നമ്മുടെ വായനയിലൂടെയാണ് എന്നാണ് ഇന്നു മാത്രമല്ല എന്നും നമ്മൾ ഓർക്കേണ്ടത്. ഒരു വായനാ ദിനമോ, ഒരു വായനാ വാര ആഘോഷമോ, ഒരു വായനാ മാസ ആചാരങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമല്ല, പ്രവർത്തനങ്ങളൊന്നുമല്ല. നമ്മൾ ഇതുകൊണ്ടൊക്കെ എന്ത് നേടി? ആ നേടിയത് ഒരു കുട്ടിയാണെങ്കിലും, ഒരു മുതിർന്നവരാണെങ്കിലും, ഒരു രക്ഷിതാവാണെങ്കിലും, ഒരു അധ്യാപകനാണെങ്കിലും ആരായിക്കോട്ടെ, അതവന്റെ പ്രവൃത്തികളിലൂടെ, അവന്റെ നന്മകളിലൂടെ, അവന്റെ വ്യക്തിത്വത്തിലൂടെ നമുക്ക് അത് വെളിപ്പെടണം, അത് കാണണം, കണ്ടിട്ട് പറയണം, ആ ടീച്ചർ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്തൊരു നല്ല വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും അവരെ ഒരു മാതൃകയാക്കണം. നമ്മൾ മാതൃകയാക്കാന്ന് പറയുമ്പോൾ നല്ലത് കണ്ടാലേ എന്തും അനുകരിക്കുകയല്ല, നമുക്ക് ആവശ്യമായ ഗുണഗണങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താകും? നല്ല നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി, ഉത്തമ പൗരന്മാരായി ഈ സമൂഹത്തിലെ നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ അസംബ്ലിയിലെ കുറെ പേര് പറഞ്ഞു. നമ്മുടെ കേരള ഗ്രന്ഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? PN പണിക്കര്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്താ? നിങ്ങൾക്കൊക്കെ നല്ല വിജ്ഞാനം ഉണ്ട് കേട്ടോ.
അന്ധകാരത്തിൽ അമർന്നിരിക്കുന്നല്ല നമ്മൾ നല്ല വെളിച്ചത്തിന്റെ പാതയിലൂടെ ഇങ്ങനെ അറിവുകൾ നേടി പോവുകയാണല്ലേ. അപ്പൊ എന്തായാലും PN പണിക്കരുടെ ഏത് ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ചരമദിനം അല്ലെ. ചരമദിനമാണ് നമ്മള്. അതെന്തായിരുന്നു? ജൂൺ 19 ഏത് വർഷം? 1995 ജൂൺ 19 അദ്ദേഹം ഈ എന്താണ് അഹോരാത്രമുള്ള പ്രയത്നത്തിനൊടുവില് നമ്മുടെ കേരള പ്രസ്ഥാനത്തിന്, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയല്ല, അതിന് വിപുലമായ രീതിയിൽ പ്രയത്നിച്ച് അദ്ദേഹത്തിന്റെ ഒരു പൊതുവായ നന്മ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇക്കാലത്ത് ക്ലാസ് ലൈബ്രറി ഉണ്ട്, പിന്നെ നമ്മുടെ സ്കൂൾ തല ലൈബ്രറി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മള് കുട്ടികളെ ഒന്നുമില്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കൾ കൊണ്ടുത്തരുന്നു. ഇങ്ങനെ നമ്മൾ അധികം റിസ്ക് എടുക്കാതെ, ബുദ്ധിമുട്ടെടുക്കാതെ നമുക്ക് നമ്മുടെ ഗ്രന്ഥശാലകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈബ്രറി, ക്ലാസ് ലൈബ്രറിയിലൊക്കെ ധാരാളം ബുക്കുകളുണ്ട്. ഞാനിവിടുന്ന് പോയിട്ട് 5 വർഷമാണ് ആയത്. 5 വർഷം മുമ്പ് തന്നെ ഓരോ ക്ലാസ്സിലും ക്ലാസ് ലൈബ്രറികൾ വിപുലമായ തോതിലുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ടാവും. അതൊക്കെ നിറഞ്ഞു കവിഞ്ഞ് വേറെ പിന്നെ ലൈബ്രറികൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ, അധ്യാപകർക്കറിയാം. അത്രയധികം പുസ്തകങ്ങൾ അവിടെ ശേഖരത്തിലുണ്ടായിരിക്കും അല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഇവിടെ പുസ്തക പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഓർമ്മകൾ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അന്ന് പുസ്തകം ഈ ജൂൺ 19 ആസ്പദമാക്കിയിട്ട് പുസ്തക പ്രദർശനം ഉണ്ടാകും. അപ്പൊ പുസ്തക പ്രദർശനത്തിന് ധാരാളം ബുക്കുകൾ, ഏറ്റവും കൂടുതൽ ബുക്കുകൾ സംഭരിക്കുന്ന ക്ലാസ്സുകൾക്ക് സമ്മാനവും പിന്നെ പ്രോത്സാഹന സമ്മാനം അങ്ങനെ UP തലത്തിൽ LP തലത്തിലൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ക്ലാസ്സിലെ രക്ഷിതാക്കള് നമ്മുടെ ക്ലാസ് PTA ഒക്കെ വിളിച്ചു കൂട്ടുമ്പോൾ ബോറടിക്കുന്നുണ്ടോ, വർത്താനൊന്നും പറയരുത് കേട്ടോ, ഞാനിത്ര മെനക്കെട്ടോട് വന്ന് നിങ്ങളോട് അനന്തമായ ആകാശത്തിലേക്കൊന്ന് നോക്കി, അവിടെയുണ്ട് പറന്ന് ഉല്ലസിച്ച് ചിറക് വിടർത്തി ഇങ്ങനെ അനന്തമായ വിഹായസിലെ ആകാശത്തിൽ അങ്ങനെ പറന്ന് കളിച്ച് നടക്കുന്ന ഒരു വലിയ പക്ഷിയെ കണ്ടു. അതിശയമായി. നമ്മളൊക്കെ ഇത്ര ചെറുത്, നമുക്കൊന്നും ഒരു കഴിവുമില്ലല്ലോ, നമ്മൾ ഇങ്ങനെയാണല്ലോ. അത് ഏതാണ് ആ പ്രതാപവാനായ ആ പക്ഷി ഏതാണെന്ന് ഈ കഴുകൻ കുളക്കോഴികളോട് ചോദിച്ചു. കുളക്കോഴി പറഞ്ഞു, നിനക്കതിനൊന്നും പറ്റുമൊന്നുമില്ല, നീ കുളക്കോഴിയാണ്, അതുകൊണ്ട് നിനക്കിതൊന്നും സാധ്യമല്ല. അത് പക്ഷികളുടെ രാജാവായ കഴുകനാണ്. ഈ കഴുകൻ ഇങ്ങനെ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. അതിന്റെ ചിറകടിച്ച് എത്ര ഉയരത്തിൽ വേണമെങ്കിലും ഈ കഴുകന് പറക്കാൻ പറ്റുന്നു. അപ്പൊ ഈ കുളക്കോഴി എന്തായാലും വിഷമിച്ചു. അയ്യോ, ഞാന് കുളക്കോഴിയല്ലേ, നമ്മളൊക്കെ കുളക്കോഴികളാണ്, നമുക്കൊന്നിനെ കൊണ്ടും പറ്റൂല. തന്റെ കഴിവുകള് ആ കഴുകൻ കുഞ്ഞിന് തന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുളക്കോഴികൾക്ക് കഴിഞ്ഞില്ല. കുളക്കോഴികൾ മോശക്കാരായിട്ടല്ല, പക്ഷേ നല്ല കഴിവുകളുണ്ട് നമ്മുടെയൊക്കെ ഉള്ളില്. നമ്മുടെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന സർഗവാസനകളെ ഉണർത്തിയെടുത്താൽ നമ്മൾ എവിടെ എത്തും? കഴുകനെ കടത്തി വെട്ടും അല്ലേ. നിങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളായ നിങ്ങൾക്കൊക്കെ നല്ല കഴിവുകളുണ്ട്. ഇതെങ്ങനെ മനസ്സിലാവും? മൊബൈൽ ഫോണൊക്കെ നോക്കി വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എവിടെയെങ്കിലും അമ്മയുടെ ഓട്ടമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴത്തേനും അമ്മ പതുക്കെ മൊബൈലൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി കുട്ടികൾ കാണാത്തവർക്കൊക്കെ ഒളിപ്പിച്ചു വെക്കും. ഉണ്ടോ? ഒളിപ്പിച്ചു വെക്കും. മൊബൈലുണ്ടോ വീട്ടില്? ഉണ്ടോ? അമ്മ നോക്കാറുണ്ടോ മൊബൈല്? അമ്മമാരും ഒക്കെ നോക്കുന്നുണ്ടോ മൊബൈല് ഫുൾ ടൈം? നിങ്ങൾ വരുന്നത് സീരിയലൊക്കെ മതിയാക്കിയിട്ടുണ്ടാവോ? ഇല്ല, കണ്ടുകൊണ്ടിരിക്കും. ആണോ? എത്ര പേരുടെ അമ്മമാര് സീരിയൽ കാണുന്നുണ്ട്? സത്യം പറയണം കേട്ടോ, ഞാൻ എവിടെ ആരോടും പറയാനൊന്നും പോകുന്നില്ല. കുറച്ച് പേരുള്ളൂ, വളരെ പാവങ്ങൾ, ഈ കുട്ടികൾ മാത്രം സത്യം പറയുന്നത്. ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നല്ല അമ്മമാരാണ്. അമ്മമാരോട് എൻ്റെ നല്ലൊരു അന്വേഷണവും ഒക്കെ പറയണം കേട്ടോ. നല്ല അമ്മമാരാന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണേ. പണ്ട് 5 വർഷം മുന്നേ പഠിപ്പിച്ച എലിസബത്ത് ടീച്ചർ പറഞ്ഞു നമ്മുടെ അമ്മമാരൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഈ സീരിയൽ കണ്ടും മൊബൈൽ ഫോൺ നോക്കിയും, മൊബൈൽ ഫോണിലും TV-യിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അതിലൂടെ അറിവുകൾ നേടും. പക്ഷെ നമുക്കൊരു എന്താ പറയാ, ഒരു താല്പര്യം മൊബൈലിനോടാണ്. എന്തൊക്കെ കാര്യങ്ങൾ അതിലുള്ളതല്ലേ, നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ തേടി പോകുന്നത്. അതുകൊണ്ട് മൊബൈലിലും ഇന്റർനെറ്റിലും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് നേടുന്ന അറിവിനേക്കാൾ വായന സ്വായത്തമാക്കിയാല്, വായനകളിലേക്ക് അതിന്റെ അടിത്തട്ടുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മുങ്ങിത്തപ്പി എടുക്കാൻ പറ്റുന്ന നല്ല മുത്തുകളും പവിഴങ്ങളും എല്ലാം അവിടെയുണ്ട്. അത് നമുക്ക് അറിയാനിട്ടാണ്. നമ്മൾ അറിയുന്നത് നമ്മളിങ്ങനെ വായനയെ കൊന്നുകൊണ്ടിരിക്കണ്ട.
നമ്മൾ അവർക്ക് ജീവവായു നൽകി അവരെ ആ പുസ്തകങ്ങളെ എടുത്ത് പൊടിതട്ടി നമ്മൾ നോക്കണം. ഈ സകല ചരാചരങ്ങളെയും കുറിച്ചും മഹാന്മാരായ വ്യക്തികളെ കുറിച്ചും വ്യക്തിത്വങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ളത് പുസ്തകങ്ങളിലാണ്. അത് തെരഞ്ഞെടുക്കാൻ നമ്മൾ ഈ കുളക്കോഴികളെ പോലെ ഇങ്ങനെ നമുക്കൊന്നിനും പറ്റില്ല, നമ്മൾ ഇത്ര കഴിവേ ഉള്ളൂ, നമുക്ക് ഒരു കഴിവുമില്ല, നമ്മൾ അവരെ കണ്ടിങ്ങനെ കൊതി ഇറക്കിയിരിക്കാനുള്ളവരല്ല. നമുക്കുണ്ട് കഴിവുകൾ. നമ്മൾ ആത്മവിശ്വാസത്തോടെ നമുക്ക് തന്നെ തീരുമാനിക്കണം നമുക്ക് കഴിവുകളുണ്ട്, നമ്മൾ നിസ്സാരക്കാരല്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാം കീഴടക്കാൻ പോകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. നാളത്തെ പൗരന്മാര്, നാളത്തെ തലമുറ. ഇന്നത്തെ തലമുറയില് യുവാക്കളെല്ലാം ലഹരികൾക്ക് അടിമകളാണ്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല, അല്ലെ? അവരുടെയൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. അവരൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ കീശയുടെ കത്തിയും അതും കൊടുവാളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഒരു ബോധം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? മയക്കുമരുന്നിന് അടിമകളാകുന്നു. ഇപ്പൊ ഈ നിങ്ങളല്ല കേട്ടോ പറയുന്നത്, നിങ്ങളെക്കാളും കുറച്ചും കൂടെ മുതിർന്ന കോളേജ് ലെവലിലും ഹൈസ്കൂൾ ലെവലിലൊക്കെ ഉള്ള കുട്ടികളിലേക്ക് ഈ വിനാശകരമായ ലഹരിയിലേക്ക് അവരെത്തുന്നു. നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു പ്രതിജ്ഞ എടുക്കാം. ഈ ലഹരികളിലേക്കൊന്നും കടക്കാതെ വായന ഒരു ലഹരിയാക്കി. ഞാൻ പറയുമ്പോൾ തന്നെ എളുപ്പ ടീച്ചർക്കല്ലേ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. കൊച്ചു കൊച്ചു പുസ്തകങ്ങളിലൂടെ, കഥകളിലൂടെ, കവിതകളിലൂടെ, യാത്രാ വിവരണങ്ങളിലൂടെ, ജീവചരിത്രങ്ങളിലൂടെ, ഡയറി കുറിപ്പുകളിലൂടെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നാല് എന്തൊരു രസമാണ് വായിക്കാന്. നമുക്ക് എവിടെ ചെന്നാലും എന്തിനെ കുറിച്ചും പറയാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് നേടിയെടുക്കാം. അങ്ങനെയാണ് ഈ PN പണിക്കര് എന്തുമാത്രം കഷ്ടപ്പെട്ട അദ്ദേഹം വായനയുടെ വളർത്തു പിതാവ്, അല്ലെ, വളർത്തച്ഛൻ, വായനയുടെ വളർത്തച്ഛൻ, അല്ലെങ്കിൽ വായനയിലെ സ്നേഹിച്ച ഒരു വ്യക്തി, അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരു വ്യക്തി, ഗ്രാമങ്ങളിൽ ഉടനീളം സഞ്ചരിച്ച് ഏകദേശം 5000-ഓളം ഗ്രാമങ്ങളിലെ ഗ്രന്ഥശാല സ്ഥാപിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. നമ്മൾ സ്വപ്നം കാണണം. എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എല്ലാവരും രാത്രി കിടക്കുമ്പോഴും പകലും സ്വപ്നം കണ്ടുകൊണ്ട് ക്ലാസ്സിലിരിക്കാനല്ല, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അറിവുകൾ നേടുക, വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ചിന്തിച്ച് വിവേകം നേടിയത് നമ്മുടെ സ്വഭാവത്തിൽ കാണിക്കും നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ആരും മറ്റൊരു ലഹരിക്കും അടിമയാകാതെ നമ്മുടെ ചിന്താശേഷി വായന മൂലം വർദ്ധിപ്പിച്ചെടുത്ത് നമുക്ക് വായിച്ച് വളരാം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. നിങ്ങളൊക്കെ നല്ല ഭക്ഷണം, നല്ല ആരോഗ്യപരമായ ശരീരം വാർത്തെടുക്കുന്നതിന് നല്ല നല്ല ഫുഡ്, നല്ല നല്ല നേരത്തിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി അമ്മ നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച് നല്ല തടിയും എടുപ്പൊക്കെ ആവട്ടെ എന്ന് വിചാരിക്കും, അല്ലെ? അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷേ മറുവശത്ത് നമ്മുടെ അറിവാകുന്ന ആഴങ്ങളിൽ തപ്പിത്തിരഞ്ഞ് എടുക്കുന്ന പുസ്തക വായനയിലൂടെ നേടിയെടുക്കുന്ന അറിവ് നമ്മുടെ മാനസികമായ വളർച്ചയ്ക്ക് ഉപകരിക്കും. അതുകൊണ്ട് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ പക്ഷേ വിളയും. ഒരു പഴം ഉണ്ടായി കഴിഞ്ഞാൽ അത് വിളഞ്ഞു വരുമ്പോൾ, പഴുത്ത് വിളഞ്ഞു വരുമ്പോൾ നല്ല മധുരമുള്ള കരിയായിരിക്കും. അത് തിന്നുമ്പോൾ നല്ല സ്വാദായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വായനയുടെ പ്രസക്തി അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഈ ചെറിയ കൊച്ചു കവിതയിലെ വരികള് എന്നും തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. നല്ല ഒരു വായനാ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ദിനമല്ല, എൻ്റെ അഭിപ്രായത്തില് നല്ല ഒരു വായനാ വർഷം നിങ്ങൾക്ക് നേരുന്നു. എല്ലാവരും പുസ്തകത്തെ സുഹൃത്തുക്കളാക്കി മാറ്റുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നെ ഈ കൊച്ചു പരിപാടിയിലേക്ക് എനിക്കിത് നമ്മുടെ വിദ്യാലയത്തിൽ അറിവിന്റെ അധ്യായം കുറിച്ചുകൊണ്ട് ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനം നടക്കുന്നു. ഇത് നമ്മുടെ വിദ്യാലയത്തിലെ അറിവിന്റെ നിധിശേഖരം. ഈ നിധിശേഖരം തുറന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട എലിസബത്ത് ടീച്ചറെയും നമ്മുടെ സ്കൂളിന്റെ സാരഥിയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലീനയെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
വായിച്ചിട്ടില്ലേ? ഞാൻ വായിച്ചിട്ടില്ലേ? സന്തോഷ് തെച്ചിക്കാലത്തിന്റെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ. അതാണ് നിങ്ങളുടെ കൂട്ടുകാരാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളുടെ ലൈബ്രറിയിൽ എല്ലാവരും വാങ്ങിച്ചു വെക്കണം. എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന പുസ്തകമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ നമ്മുടെ വിദ്യാലയത്തിൽ നടന്ന വായനാ മത്സരത്തിലെ വിജയികളെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. LP വിഭാഗം ഒന്നാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് കൃഷ്ണേന്ദു 4A. കൃഷ്ണേന്ദു 4A. UP 7B. നസാ നസ്മി 7B. ഷെറീഫ് 7A. നിയാന ഷെറീഫ് 7A. മിൻഹ M 6D. മിൻഹ M 6D. താങ്ക് യു. മനോഹരമായ സന്ദേശം നമുക്ക് ഗാനാരൂപത്തിൽ കേൾക്കാം. അയ്യൂബ് സാർ എഴുതി ഈണം നൽകിയ വായനാ ദിനഗാനവുമായി നീയും സംഘവും എത്തുന്നു. ഈ ഗാനം നമ്മുടെ മനസ്സിൽ അറിവിന്റെ വെളിച്ചം തിരയട്ടെ. അയ്യൂബ് സാർ എഴുതി ഈണം നൽകിയ വായനാ ദിനഗാനവുമായി നിയ ആൻഡ് ടീം. വായിച്ചു വായിച്ചു മുന്നേറാം, വാനത്തോളം ഉയർന്നേടാം, വിജ്ഞാനത്തിൻ വാതിൽ തുറന്ന് അതിലില്ലാതെ പറഞ്ഞേടാം. വായിച്ചു വായിച്ചു മുന്നേറാം, വാനത്തോളം ഉയർന്നേടാം, വിജ്ഞാനത്തിൻ വാതിൽ തുറന്ന് അതിലില്ലാതെ പറഞ്ഞേടാം. പുസ്തകങ്ങൾ തുറക്കുമ്പോൾ അറിവിന്റെ ലിസ്കൾ പരക്കുന്നു, കാണാ കാഴ്ചകൾ കണ്ടിടാം, ലോകം ചുറ്റിക്കറങ്ങിടാം, സ്വപ്നങ്ങൾ ഒത്തിരി കണ്ടിടാം, ചിന്താശേഷി ഉയർത്തിയിടാം, അക്ഷരശ്രണിതൻ ചിറകു വിരിച്ച് ഭാവിയിലേക്കു പറന്നിടാം. വായിച്ചു വായിച്ചു മുന്നേറാം, വാനത്തോളം ഉയർന്നിടാം, വിജ്ഞാനത്തിൻ വാതിൽ തുറന്ന് അതിലില്ലാതെ പറന്നിടാം. വായിച്ചു വായിച്ചു മുന്നേറാം, വാനത്തോളം ഉയർന്നിടാം, വിജ്ഞാനത്തിൻ വാതിൽ തുറന്ന് അതിലില്ലാതെ പറന്നിടാം. വിജ്ഞാനത്തിൻ വാതിൽ തുറന്ന് അതിലില്ലാതെ പറന്നിടാം. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. പുസ്തകങ്ങളിലൂടെ അറിവിന്റെ പുതിയ ലോകങ്ങൾ കണ്ടെത്താൻ നമുക്ക് മുന്നോട്ട് പോകാം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി. നമ്മുടെ വിദ്യാലയത്തിന്റെ വിജയത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട HM സിസ്റ്റർ ലീനയെ തന്റെ അമൂല്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടെയും കൂടി ക്ഷണിക്കുന്നു. On this reading day, we are blessed with a beautiful message from our dearest Elizabeth teacher. Did you understand? You understood because it is in Malayalam. Okay. Teacher, I am speaking because in English because we have decided this year our special activity, academic activity is elections 2025. So I have told me as a teacher, I want to improve my English. I also want my students and teachers to listen to. I don't know whether my English is good or bad, but just to listen. നിങ്ങൾ വിളിച്ചു പറയുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യരുത്. അപ്പൊ നിങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുക. ഒന്നാമത്തെ ചോദ്യം 5C ക്ലാസ്സിനോടാണുള്ളത്. വായനയുടെ ഉപജ്ഞാതാവിന്റെ മുഴുവൻ പേര് എന്താണ്? 5Cയിലുള്ള ആർക്കെങ്കിലും അറിയുമെങ്കിൽ കൈപൊക്കാം. ആരും പൊക്കിയിട്ടില്ല. അടുത്തത് 6B ക്ലാസ്സിനാണുള്ളത് അവസരം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാം.
ആർക്കും സമ്മാനം കൊടുക്കാനില്ല. അപ്പൊ അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു എന്നപ്പോ മനസ്സിലായി. അടുത്തത് ചോദ്യം 7C ക്ലാസ്സിനോടാണ്. വായനയുടെ ഉപജ്ഞാതാവിന്റെ മുഴുവൻ പേരെന്ത്? അറിയില്ലാത്തത് കൊണ്ട് 7D ക്ലാസ്സിലേക്ക് പോകുന്നു ചോദ്യം. വായനയുടെ ഉപജ്ഞാതാവിന്റെ മുഴുവൻ പേരെന്ത്? അറിയില്ല. അതുകൊണ്ട് ചോദ്യം വീണ്ടും 5D ക്ലാസ്സിലേക്ക് പോകുന്നു. അറിയാവുന്നവർ മാത്രം കൈവക്കുക. വായനയുടെ ഉപജ്ഞാതാവിന്റെ മുഴുവൻ പേര് ആരും കൈവക്കിയിട്ടില്ല. അടുത്തത് 6D, വായനയുടെ ഉപജ്ഞാതാവിന്റെ മുഴുവൻ പേര് ആരുമില്ല. 7B ക്ലാസ് ഒരാൾ കൈവക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കടന്നു വരിക. ആരോൺ ഫെലിക്സ് ആണ് വന്നിരിക്കുന്നത്. ഷാരോൺ ഫെലിക്സ് ആണ് വന്നിരിക്കുന്നത്. ഉത്തരം പറയാവുന്നതാണ്. പുതുവായൂർ നാരായണ പണിക്കർ. പുതുവായിൽ ആണ്. പുതുവായിൽ നാരായണ പണിക്കർ. എല്ലാവരും നല്ലൊരു ക്ലാസ് കൊടുക്കാം. നമ്മുടെ വിശിഷ്ട അതിഥിയായ എലിസബത്ത് ടീച്ചർ ഇപ്പോൾ സമ്മാനം കൊടുക്കുന്നതാണ്. അത് പറയേണ്ടത് 3Bയിൽ നിന്നുമാണ് വരേണ്ടത്. 3B ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൈവെക്കണം. ആദ്യം കൈവെക്കുന്ന ആൾക്കാർക്ക് സമ്മാനം. 3A അവര് 19. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. സമ്മാനം നൽകുന്നു എലിസബത്ത് ടീച്ചർ. വായന പഠിപ്പിച്ച് അവരെ വായനാശീലം ഉള്ളവരാക്കി തീർത്ത മഹാനായ PL പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരളം വായനാ ദിനമായി ആചരിക്കുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. വായനയിലൂടെയും എഴുത്തിലൂടെയും നാം അറിവിന്റെ ലോകത്തേക്ക് എത്തിച്ചേരുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനത്തിലൂടെയും നല്ലൊരു വായനാ ദിന സന്ദേശത്തിലൂടെയും അറിവിന്റെ വാതായനം നമുക്ക് തുറന്നു തന്ന ഇന്നത്തെ വിശിഷ്ട അതിഥി എലിസബത്ത് ടീച്ചറിനും 1000 നന്ദിയുടെ മറുമലരുകൾ അർപ്പിക്കുന്നു. വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന് നമ്മെ നയിക്കുന്ന നമ്മുടെ സാരഥി പ്രധാന അധ്യാപിക സിസ്റ്റർ ഫിലോമിന. എന്റെ വിദ്യാലയം എന്റെ അഭിമാനം. എന്റെ വിദ്യാലയം മാലിന്യമുക്ത വിദ്യാലയം. അതിനാൽ ഞാൻ എന്റെ ക്ലാസ് മുറികളിലോ സ്കൂൾ പരിസരങ്ങളിലോ മറ്റു പൊതു ഇടങ്ങളിലോ മാലിന്യം നിക്ഷേപിക്കുകയില്ലെന്നും ജാഗ്രത പാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, പൂവാടിയായി മാറും ഈ ഭൂമിയിൽ വായനയാൽ ഒത്തുചേർന്നു പാടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. ഇരുള് വീണ വഴികളിൽ തെളിച്ചമേകിടാൻ
വായനയാൽ തിരികൊളുത്തി വെളിച്ചമായിടാൻ. അറിവുകളെ ചിറകുകളായി മാറ്റിടാം, അറിവുകളെ ചിറകുകളായി മാറ്റിടാം. സ്നേഹം നിറഞ്ഞുള്ള തൊട്ട് പാട്ട് പാടിടാം, സ്നേഹം നിറഞ്ഞുള്ള തൊട്ട് പാട്ട് പാടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം.